Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മലബാർ സ്പെഷ്യൽ തക്കാരപ്പെട്ടിയാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്, വേവിക്കാത്ത ചിക്കനാണ് ശരിക്കും വേണ്ടത്. ഇപ്പോൾ വേവിച്ചതായാലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ അടുത്ത് ഇപ്പോൾ വേവിച്ച ചിക്കനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്. അപ്പോൾ ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഇത് വേവിക്കാത്ത ചിക്കനും വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ അടുത്തിപ്പോൾ വേവിച്ച ചിക്കൻ ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. വേവിച്ച ചിക്കനാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് കളറ് മാറി നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മസാല വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സവാള, അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊരു ക്രീമി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള മസാല അല്ല കേട്ടോ ഇതിലേക്ക് വേണ്ടത്, കുറച്ചൊരു ക്രീമി ആയിട്ടുള്ള മസാലയാണ്, ലൂസായിട്ടുള്ളൊരു മസാലയാണ് ഇതിലേക്ക് വേണ്ടത്. അവസാനം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയാൽ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ബ്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ചെയ്താൽ ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ വെറുതെ ആ ഒരു ഭാഗം കളയണ്ടെന്ന് വെച്ചിട്ടാണ്. അത്യാവശ്യം ബ്രെഡ് ക്രംസൊക്കെ എൻ്റെ അടുത്തുണ്ട്, അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കളയാം. എന്നിട്ടൊരു ബ്രെഡ് എടുത്ത് അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ വേറൊരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് പകുതിയായിട്ട് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക, അതിന് മുകളിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ നല്ല കറക്റ്റായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് അതിൽ 2 ബ്രെഡും നല്ല സ്റ്റിക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കട്ട് ചെയ്തെടുക്കാനും നല്ല എളുപ്പമായിരിക്കും, നല്ല ഒന്ന് ഒട്ടി നിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള മസാല ഡ്രൈ ആയിട്ടുള്ള മസാലയല്ലല്ലോ, അപ്പോൾ ഒന്ന് സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കും. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലും പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പാല് ചേർത്ത് കൊടുക്കുന്നത് മുട്ട മാത്രമാകുമ്പോൾ പെട്ടെന്ന് ബ്രെഡിൽ ഒരുപാട് ബാറ്റർ വേണ്ടി വരും. പാലും കൂടെ ചേർക്കുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് വേണ്ടി വരില്ല. പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെയാണ്. കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഈ ഒരു ബ്രൗൺ പാർട്ട് മാറ്റിയിട്ട് ആ ഒരു ഭാഗം പൊടിച്ചെടുത്താലും മതിയാവും. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഒരു ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
പിന്നെ ബ്രെഡ് ഈ ഒരു ബാറ്ററിൽ ഇട്ട് വെക്കരുത്, പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് ബാറ്ററി തീരുകയും ചെയ്യും. അപ്പോൾ ആദ്യം സൈഡ് ഭാഗത്തൊന്ന് ആക്കിയിട്ട് സൈഡ് ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ മുകൾ ഭാഗത്തൊരു സ്പൂൺ വെച്ചിട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ബാറ്ററി ആവശ്യം വരില്ല. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്താലും ഒന്നും കൂടെ നന്നായിരിക്കും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് എണ്ണ കുടിക്കും. പിന്നെ ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ള ചട്ടിയിലൊക്കെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം എണ്ണം ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതൽ ഓയിൽ വേസ്റ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് ചെറിയ ചട്ടിയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.